വളരെയധികം ബഹുമാനാർത്ഥം ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. കേരള ചോസർ. കേരള ചോസർ എന്നറിയപ്പെടുന്ന ആളാണ്. ഇളയ ആളാണെങ്കിലും ഏറ്റവും സമർത്ഥനായ, മിടുക്കനായ, കുറച്ചുകൂടി കവിത്വം അധികമുള്ള ഒരു കവിയാണ് രാമപ്പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് കേരളത്തിലെ ആദ്യത്തെ മഹാകാവ്യം കൃഷ്ണഗാഥയല്ല, നമുക്കറിയാം. അദ്ദേഹം എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച പേരാണ് പുതുമലയാൺമതൻ മഹേശ്വരൻ. ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് കേട്ടോ. നമസ്കാരം, ഞാൻ ശ്രീശാന്ത് മാരാരി. നമുക്കറിയാം നമ്മുടെ സിലബസ്, അത് ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ 10th ലെവൽ ആണെങ്കിലും 12th ലെവൽ ആണെങ്കിലും നമുക്ക് 5 മാർക്കിന് കലാ സാഹിത്യ സംസ്കാരം എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുണ്ട്. അതിൽ തന്നെ സാഹിത്യം എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്കിൽ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നും എത്രത്തോളം പ്രാധാന്യം ഈ മേഖലയ്ക്ക് കൊടുക്കണമെന്നൊക്കെയാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രസ്ഥാനം നമുക്ക് നോക്കാം, പാട്ട്. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മലയാള ഭാഷ നമ്മുടെ ഭാഷയായി രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് തമിഴുമായി ഇടകലർന്ന് കിടന്നിരുന്നു. അതുപോലെ തന്നെ സംസ്കൃതവുമായി ഇടകലർന്ന് കിടന്നിരുന്നു. തമിഴുമായി ഇടകലർന്ന് കിടന്നിരുന്ന ആ കാലഘട്ടത്തിലെ ആ ഭാഷാ സങ്കരത്തിൽ ഉടലെടുത്ത സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട് പ്രസ്ഥാനം. സംസ്കൃതവുമായി ഇടകലർന്ന് കിടന്ന കാലത്തെയാണ് മണിപ്രവാളം അല്ലെങ്കിൽ മണിപ്രവാള സാഹിത്യം എന്ന് പറയുന്നത്. അപ്പം പാട്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷണം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, പാട്ടിൻ്റെ ലക്ഷണമാണ് ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ യതുകമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. ഒരു കാര്യമില്ല. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ എന്ന് പറഞ്ഞാൽ ദ്രാവിഡ അക്ഷരങ്ങൾ മാത്രമേ പാട്ടിൽ പാടുള്ളൂ. ദ്രാവിഡ അക്ഷരങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ എന്ന് പറയുന്നത്. യതുകമോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ദ്രാവിഡ പ്രാസമാണ്. ഒരു പ്രാസമാണ് യതുകമോന എന്ന് പറയുന്നത്. അപ്പം യതുകമോന എന്നീ പ്രാസങ്ങൾ പാട്ടുകൃതികളിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് വൃത്തവിശേഷയുക്തം പാട്ട്. ദ്രാവിഡ വൃത്തങ്ങൾ മാത്രമേ പാട്ടുകൃതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. 3 കാര്യങ്ങൾ. ഒന്ന്, ദ്രാവിഡ അക്ഷരങ്ങളെ പാടുള്ളൂ. യതുകമോന എന്നീ പ്രാസങ്ങൾ ഉണ്ടായിരിക്കണം. ദ്രാവിഡ വൃത്തം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയ കൃതികളെയാണ് നമ്മൾ പാട്ടുകൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതിയാണ് രാമചരിതം. 12ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന കേരള ചോസർ എന്നറിയപ്പെടുന്ന ചീരാമകവിയാണ് രാമചരിതം രചിച്ചത്. 12ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്നു. കൃത്യമായിട്ടുള്ള നമുക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. എന്നാലും ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിൽ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചീരാമകവിയാണ് രാമചരിതം എഴുതിയത്. എന്താണ് രാമചരിതം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വാൽമീകിയുടെ രാമായണത്തെ അധികരിച്ചുകൊണ്ട് പല ഭാഷകളിൽ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തമിഴിലാണെങ്കിൽ കമ്പരാമായണം, അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, തുളസീദാസിൻ്റെ രാമചരിത മാനസ്, അങ്ങനെ നിരവധി കൃതികൾ ഉണ്ടായിട്ടുണ്ട്. നിരണത്ത് രാമപ്പണിക്കരുടെ കണ്ണശ രാമായണം, അങ്ങനെ നിരവധി കൃതികൾ. അപ്പോൾ വാൽമീകി രാമായണത്തെ അധികരിച്ചുകൊണ്ട് ശ്രീരാമകവി എഴുതിയ പാട്ടുകൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാമചരിതം എഴുതിയ ആളുടെ പേര് ശ്രീരാമകവി. അദ്ദേഹത്തെ നമ്മൾ വളരെയധികം ബഹുമാനാർത്ഥം ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്, കേരള ചോസർ. കേരള ചോസർ എന്നറിയപ്പെടുന്ന ആളാണ് ശ്രീരാമകവി. മലയാളത്തിലെ ആദ്യത്തെ കാവ്യം ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം രാമചരിതം തന്നെയാണ്. നിസ്സംശയം നമുക്ക് പറയാം. രാമചരിതത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ, രാമായണം മുഴുവനായിട്ട് രാമചരിതത്തിൽ പ്രതിപാദിക്കുന്നില്ല. വാൽമീകി രാമായണം വലിയൊരു കാവ്യമാണെന്ന് നമുക്കറിയാം. വാൽമീകിയുടെ രാമായണത്തിലെ യുദ്ധകാന്ഡം അറിയാമല്ലോ. രാമായണത്തിൽ കാണ്ഡങ്ങളായിട്ടാണ് അധ്യായങ്ങളെ തിരിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാണ്ഡമാണ് യുദ്ധകാന്ഡം. രാമായണത്തിലെ യുദ്ധകാന്ഡം എന്ന് പറയുന്ന ഭാഗത്തെ ഇതിവൃത്തം മാത്രമാണ് രാമചരിതം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി രാമചരിതത്തെ ജനശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നതാര്? രാമചരിതം എന്ന കൃതി 12ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടുവെങ്കിലും കുറേ കാലം നമുക്കത് പ്രാപ്യമായിരുന്നില്ല, കിട്ടിയിട്ടില്ല, നമുക്കത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം, ബാസൽ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാള മണ്ണിലേക്ക് വന്ന ഒരു ജർമ്മൻ മിഷണറി ഉണ്ടായിരുന്നു, ഹെർമൻ ഗുണ്ടർട്ട്. വേണമെങ്കിൽ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവെന്ന് പോലും വിളിക്കാൻ അത്രയും സംഭാവനകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു പുരോഹിതനായിരുന്നു ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്നത്. മലയാളം, കന്നഡ, തമിഴ് ഭാഷകളിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്ന ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹമാണ് നമ്മുടെ രാമചരിതം എന്ന് പറയുന്ന കൃതി പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ
ആളുകളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഇങ്ങനൊരു കൃതി ഉണ്ടായിരുന്നു എന്ന നിലയിലേക്ക് രാമചരിതത്തെ കൊണ്ടുവരുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടറാണ്. മലയാളത്തിലെ ആദ്യത്തെ കൃതിയെന്നും ഗുണ്ടർട്ട് രാമചരിതത്തെ വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ കാണുന്നു. മലയാളത്തിലെ ആദ്യത്തെ കൃതിയെന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാലും നമ്മുടെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇനി ഈ രാമചരിതത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്, ഈ കൃതിക്കകത്ത് എന്തെല്ലാമാണ് സംഗതികളുള്ളത്? 1814 പാട്ടുകളും 164 പടലങ്ങളും അടങ്ങുന്ന കൃതിയാണ് രാമചരിതം. 1814 പാട്ടുകളുമുണ്ട്, 164 പടലങ്ങളുമുണ്ട്. പടലങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കൊടുത്തുള്ള തന്നെ ഭാഗങ്ങൾ, അധ്യായങ്ങൾ എന്ന് പറയാം. അപ്പോൾ 164 പടലങ്ങളും 1814 പാട്ടുകളും അടങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ കാവ്യമാണ്, അല്ലെങ്കിൽ പാട്ട് പ്രസ്ഥാനത്തിലെ മലയാളത്തിലെ ആദ്യത്തെ രചനയാണ് രാമചരിതം. എഴുതിയ ആളുടെ പേരെന്തായിരുന്നു? ചീരാമകവി, കേരള ചോസർ. ഇനി കണ്ണശ കൃതികളിലേക്ക് പോകാം. കണ്ണശ കൃതികൾ അല്ലെങ്കിൽ നിരണം കൃതികൾ, അല്ലെങ്കിൽ കണ്ണശ പ്രസ്ഥാനം അല്ലെങ്കിൽ നിരണം പ്രസ്ഥാനം. കരുണേശൻ എന്ന ഗുരുനാഥന്റെ ശിഷ്യന്മാരായതുകൊണ്ടാണ് ഇവരെ കണ്ണശന്മാരെന്ന് വിളിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ നിരണമായി കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ സാഹിത്യ അഭിരുചികൾ പ്രകടിപ്പിക്കുന്ന ഇടമൊക്കെ ഈ പത്തനംതിട്ട ജില്ലയിലെ നിരണം എന്ന പ്രദേശമായിരുന്നു. അവിടെയായിരുന്നു അവർ വ്യാപരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവരെ നിരണം കവികളെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അവിടെ എഴുതപ്പെട്ട കൃതികളെ നിരണം കൃതികളെന്ന് പറയുന്നു. അപ്പോൾ നിരണം കവികൾ, കണ്ണശ കവികൾ, അല്ലെങ്കിൽ നിരണം കൃതികൾ, കണ്ണശ കൃതികൾ, നിരണം പ്രസ്ഥാനം, കണ്ണശ പ്രസ്ഥാനം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ആരൊക്കെയാണ് ഈ കണ്ണശ കവികൾ? 3 പേരാണ്: മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. ഈ മാധവപ്പണിക്കരും ശങ്കരപ്പണിക്കരും സഹോദരങ്ങളാണ്. ഇവരുടെ സഹോദരിയുടെ പുത്രനാണ് രാമപ്പണിക്കർ. നമുക്ക് അവിടെ രക്തബന്ധമൊന്നും പറയേണ്ട കാര്യമില്ല, എന്നാലും നമ്മൾ കാര്യത്തെ പഠിക്കുമ്പം ഇത്തരത്തിലുള്ള ചെറിയ സംഗതികളൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും ആസ്വദിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ മനസ്സിലിരിക്കും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ, 3 പേര്, 3 പണിക്കർമാർ. ഇവരെയാണ് നമ്മൾ പ്രധാനമായും കണ്ണശ കവികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇവരുടെ സാഹിത്യ സംഭാവന എന്തുകൊണ്ട് കണ്ണശന്മാരുടെ കൃതികൾ നമ്മൾ എന്നും പഠിക്കണം, അല്ലെങ്കിൽ അത് എന്ത് പ്രസക്തിയാണുള്ളത്? മലയാള ഭാഷ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന മലയാള ഭാഷയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പല ബാലാരിഷ്ടതകളും നേരിടുന്ന കാലഘട്ടത്തിൽ, മലയാള ഭാഷയ്ക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു പദസമ്പത്തുകൾ ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ ഭാഷയിൽ മനോഹരമായ വിവർത്തന കൃതികൾ കൊണ്ടുവന്ന് ഭാഷയ്ക്ക് നിരവധി സാഹിത്യ സംഭാവനകൾ നൽകിയ 3 പേരാണ് കണ്ണശ കവികൾ. അതുകൊണ്ട് അവരുടെ കൃതികളെ മാനിക്കാതെ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇനി അവരുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൾക്കാരെ പറഞ്ഞല്ലോ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. നോക്കിയേ, മാധവപ്പണിക്കരുടെ കൃതിയാണ് ഭാഷാ ഭഗവത്ഗീത. ഭാഷാ ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഭഗവത്ഗീതയ്ക്ക് മാധവപ്പണിക്കർ കൊടുത്ത ഒരു മലയാള പരിഭാഷയാണ് ഇത്, ഭാഷാ ഭഗവത്ഗീത. അടുത്തത് ശങ്കരപ്പണിക്കർ. ശങ്കരപ്പണിക്കരുടെ കൃതിയാണ് ഭാരതമാല. ഭാരതമാല എന്ന് കേൾക്കുമ്പോഴറിയാം, മഹാഭാരതം എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസത്തിന് ശങ്കരപ്പണിക്കർ കൊടുത്ത ഒരു മലയാള പരിഭാഷയാണ് ഭാരതമാല. നമുക്കറിയാം, 1,20,000-ൽ പരം ശ്ലോകങ്ങളുള്ള ഒരു ഇതിഹാസമാണ് മഹാഭാരതം. ആ മഹാഭാരതത്തെ നമ്മുടെ മലയാള ഭാഷ അത്ര കണ്ട് വളർന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക, അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, പ്രയാസമുള്ള കാര്യമാണ്. അത് ശങ്കരപ്പണിക്കർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തെ മുഴുവനായിട്ടും മാറ്റിയില്ല, അതിലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഭാരതമാല എന്ന കൃതിയിലൂടെ ശങ്കരപ്പണിക്കർ മലയാളത്തിലേക്ക് മാറ്റിയത്. അത് പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ട്. ശങ്കരപ്പണിക്കർക്ക് റെക്കോർഡുണ്ട്, ഒരു നേട്ടമുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഭാരത സംഗ്രഹം എന്ന് പറഞ്ഞാൽ ആദ്യമായി മലയാളത്തിൽ മഹാഭാരതത്തെ ഒന്ന് ചുരുക്കി അവതരിപ്പിച്ചത് ശങ്കരപ്പണിക്കരാണ്. ആ കൃതിയുടെ പേര് കൂടിയാണ് ഭാരതമാല. അപ്പോൾ അത്തരത്തിലുള്ള നേട്ടം കൂടി അദ്ദേഹത്തിന് ഇവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് രാമപ്പണിക്കർ. ഈ 3 പേരിലും ഇളയ ആളാണെങ്കിലും ഏറ്റവും സമർത്ഥനായ, മിടുക്കനായ, കുറച്ചുകൂടി കവിത്വം അധികമുള്ള ഒരു കവിയാണ് രാമപ്പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് കണ്ണശ രാമായണം. ഡിഗ്രി തലങ്ങളിലൊക്കെ കുട്ടികൾക്ക്, മലയാളം ഐച്ഛികമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഡിഗ്രി തലങ്ങളിലും അതുപോലെ PG തലങ്ങളിലും ഒക്കെ കണ്ണശ രാമായണം കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പം രാമപ്പണിക്കരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി കേട്ടോ, ഈ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കൃതിയും ഇത് തന്നെയാണ്, രാമപ്പണിക്കരുടെ കണ്ണശ രാമായണം. ഈ കൂട്ടത്തിലെ മിടുക്കനായതുകൊണ്ട് തന്നെ
രാമപ്പണിക്കരെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട് കേരള സ്പെൻസർ. കേരള സ്പെൻസർ എന്നറിയപ്പെടുന്ന ആൾ കൂടിയാണ് ആര്? നമ്മുടെ രാമപ്പണിക്കർ. കേരള സ്പെൻസർ. ഇനി നമുക്ക് രാമപ്പണിക്കരുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കൂട്ടത്തിലെ മിടുക്കനായിട്ടുള്ള കേരള സ്പെൻസർ എന്നറിയപ്പെടുന്ന രാമപ്പണിക്കരുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. കണ്ണശ ഭാഗവതം. ഭാഗവതമാണ് എഴുതിയിട്ടുള്ളത്, എന്നാലും കണ്ണശ ഭാഗവതമാണ് അറിയപ്പെടുന്നത്. കണ്ണശ ഭാരതം, ശിവരാത്രി മാഹാത്മ്യം. മക്കളെ നോക്കിയേ, ഈ ശിവരാത്രി മാഹാത്മ്യം വളരെ പ്രാധാന്യമുള്ള കൃതിയാണ് കേട്ടോ. നേരത്തെ കണ്ണശ രാമായണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കൃതിയാണ് ശിവരാത്രി മാഹാത്മ്യം. അപ്പോൾ കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം, ശിവരാത്രി മാഹാത്മ്യം. തിരിഞ്ഞു പോകരുത്, ഭാരതമാലയാണ് ശങ്കരപ്പണിക്കരുടെ, ഇത് കണ്ണശ ഭാരതമാണ് കേട്ടോ, രണ്ടാണേ. അപ്പം കണ്ണശ ഭാഗവതം, ഭാരതം, ശിവരാത്രി മാഹാത്മ്യം നമ്മുടെ രാമപ്പണിക്കരുടെ പ്രധാനപ്പെട്ട മറ്റു കൃതികൾ. ഇനി മറ്റ് പാട്ടുകൃതികൾ, പാട്ട് പ്രസ്ഥാനത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണോ എന്ന് പരിശോധിക്കാം. രാമകഥാപാട്ട്, അവ്വാട് തുറ അയ്യപ്പിള്ളയാശാൻ. അവ്വാട് തുറ അയ്യപ്പിള്ളയാശാന്റെ കൃതിയാണ് രാമകഥാപാട്ട്. ഇന്നും തിരുവനന്തപുരം ജില്ലയിലെ മിക്ക വിഷ്ണു ക്ഷേത്രങ്ങളിലും രാമകഥാപാട്ട് ആലപിക്കാറുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ള കൃതിയാണ് രാമകഥാപാട്ട്. പണ്ട് കോവളം കവികൾ എന്നറിയപ്പെടുന്ന രണ്ട് പാട്ട് സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. ഒന്ന് അവ്വാട് തുറ അയ്യനപ്പിള്ളയാശാനും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള അയ്യനപ്പിള്ളയാശാനും. അയ്യപ്പിള്ളയും അയ്യനപ്പിള്ളയും. ഓക്കെ, അപ്പം അവ്വാട് തുറ അയ്യപ്പിള്ളയാശാന്റെ കൃതിയാണ്, പാട്ടുകൃതിയാണ് രാമകഥാപാട്ട്. ഇന്നും തിരുവനന്തപുരം ജില്ലയിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ രാമകഥാപാട്ട് ദേവസ്തുതിയായി ആലപിക്കാറുണ്ട്. രാമകഥാപാട്ട് പാടാൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, നിരവധി തവണ കാര്യമായി ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രവളയം. ചന്ദ്രവളയം എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് പാടുന്ന പാട്ടുകൃതിയാണ് രാമകഥാപാട്ട്. ഇനി നമ്മുടെ അവ്വാട് തുറ അയ്യപ്പിള്ളയാശാൻ രാമകഥാപാട്ടൊക്കെ എഴുതിയ പ്രഗത്ഭനായ ഒരു സാഹിത്യകാരനാണല്ലോ, ഒരു പണ്ഡിതനാണ്. നമ്മൾ അദ്ദേഹത്തിന് ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്, കേരള ഹോമർ. കേരള ഹോമർ എന്നറിയപ്പെടുന്ന ആളാണ്, കേരള ഹോമർ എന്നറിയപ്പെടുന്ന ആളാണ് ആരാ? നമ്മുടെ അവ്വാട് തുറ അയ്യപ്പിള്ളയാശാൻ കേട്ടോ, കേരള ഹോമർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത് ഭാരതം പാട്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അവ്വാട് തുറ അയ്യപ്പിള്ളയാശാൻ എന്ന്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അയ്യനപ്പിള്ളയാശാൻ. അദ്ദേഹം എഴുതിയ പാട്ടുകൃതിയാണ് ഭാരതം പാട്ട്. അടുത്ത കൃതിയാണ് പയ്യന്നൂർ പാട്ട്. പയ്യന്നൂർ പാട്ട് എഴുതിയത് അജ്ഞാത കർത്തൃകം എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. കർത്തൃകമാണ്, കുറച്ചുകൂടെ തെറ്റുണ്ട്, കർത്തൃകം എന്നാണ് കേട്ടോ. കർത്തൃകം, അജ്ഞാത കർത്തൃകമാണ് ശരിയായിട്ട് കേട്ടോ, അജ്ഞാത കർത്തൃകം. ഓക്കെ, അജ്ഞാത കർത്തൃകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതിയ ആള് ആരാണെന്ന് അറിയില്ല, അതാണ് അജ്ഞാത കർത്തൃകം. കണ്ടെത്താൻ പറ്റിയിട്ടില്ല, കൃതി കണ്ടെത്താൻ പറ്റി പക്ഷെ ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കൃതി കണ്ടെത്താൻ പറ്റി, ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, പിന്നെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് പഠിക്കാതിരുന്നാൽ പോലെ എന്ന് ചോദിക്കാം. നമുക്കറിയാം PSC പരീക്ഷകളിൽ ഒരു ഓപ്ഷനുണ്ട്. അപ്പം പയ്യന്നൂർ പാട്ടിൻ്റെ രചയിതാവ് ആര്, അല്ലെങ്കിൽ പയ്യന്നൂർ പാട്ട് എഴുതിയത് ആരെന്നൊരു ചോദ്യം വന്നിട്ട് ഒരു 3 പേരുടെ പേര് തരുന്നു. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ അവിടെ ഉത്തരം എന്തുവാ? ഇവയൊന്നുമല്ലയാ. മനസ്സിലായോ കാര്യം? എന്താ അങ്ങനെ പയ്യന്നൂർ പാട്ട് എഴുതിയ ആളെ നമുക്കറിയില്ല. അപ്പം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളത് ഉത്തരമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ കൃതി എഴുതിയ ആളെ അറിയില്ല എന്നുള്ള സത്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. ഓക്കെ, നീലകേശി എന്ന് പറയുന്ന ഒരു നായിക കടന്നു വരുന്ന പാട്ടുകൃതിയാണ് പയ്യന്നൂർ പാട്ട്. നീലകേശി കേട്ടോ, നീലകേശി എന്ന് പറയുന്ന നായിക കടന്നു വരുന്ന പാട്ടാണ് പയ്യന്നൂർ പാട്ട്. ഓക്കെ, തിരുനിഴൽ മാല. ആറന്മുള അപ്പനെ സ്തുതിച്ചുകൊണ്ടും ആറന്മുള എന്ന ദേശത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടും എഴുതപ്പെട്ട കൃതിയാണ് തിരുനിഴൽ മാല എന്ന് പറയുന്നത്. ഗോവിന്ദനാണ് എഴുതിയത് കേട്ടോ. ആറന്മുള ക്ഷേത്രം അല്ലെങ്കിൽ ആറന്മുള അപ്പനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന, സ്തുതിക്കുന്ന പാട്ടുകൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുനിഴൽ മാലയാണ്. ഗോവിന്ദനാണ് അത് എഴുതിയിട്ടുള്ളത്. അടുത്ത പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ് മണിപ്രവാളം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ നമ്മുടെ ഭാഷയും സംസ്കൃതവുമായി ഇടകലർന്ന് കിടന്നിരുന്ന സാഹിത്യ രൂപമാണ് മണിപ്രവാളം. അതിൻ്റെ ലക്ഷണം കാണാൻ വേണ്ടി നമുക്ക് അറിയാൻ പറ്റും. ലക്ഷണം എന്താ? ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം കേട്ടോ. ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം. മണിപ്രവാളത്തിൻ്റെ ലക്ഷണം വിവരിക്കുന്ന ഗ്രന്ഥമാണ് ലീലാതിലകം. ലീലാതിലകത്തെക്കുറിച്ച് പറയാം, അതിനുപ ലക്ഷണം എന്ന് പറയട്ടെ. ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം. ഭാഷയും നമ്മുടെ ഭാഷയും സംസ്കൃതവും കൂടി ചേരുന്നതിനെ
മണിപ്രവാളം എന്ന് പറയുന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്തത് മണിപ്രവാളത്തിൻ്റെ ലക്ഷണം. മണിപ്രവാളത്തിൻ്റെയും പാട്ടിൻ്റെയൊക്കെ ലക്ഷണം വിവരിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് ലീലാതിലകം. ഏതാണ്? ലീലാതിലകം. മലയാള ഭാഷയിലെ ആദ്യ ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാതിലകം. ലീലാതിലകവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്തും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ചോദ്യം വന്നത് 14-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന അതിൻ്റെ കാലത്തെക്കുറിച്ചായിരുന്നു ചോദ്യം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിരുന്നു. 14-ാം നൂറ്റാണ്ടെന്ന കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാതിലകം. ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം മലയാള ഭാഷയിലെ ആദ്യത്തെ ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാതിലകം. രചിക്കപ്പെട്ട കാലം 14-ാം നൂറ്റാണ്ട്. ലീലാതിലകം എഴുതിയതാരെ എന്ന് ചോദിക്കാം. ലീലാതിലകം എഴുതിയ ആളെ കൃത്യമായി കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഭാഷാ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അജ്ഞാത കർത്തൃകം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാര്യം ലീലാതിലകം പോലെയുള്ള വളരെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥം എഴുതിയ ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ബഹുമാനാർത്ഥം വിളിക്കുന്നത് ലീലാതിലകകാരൻ എന്നാണ്. എന്താണ്? ലീലാതിലകകാരൻ. അപ്പോൾ ലീലാതിലകം എഴുതിയ ആളാണ് ലീലാതിലകകാരൻ. ഓക്കെ. രചിക്കപ്പെട്ട കാലഘട്ടം 14-ാം നൂറ്റാണ്ട്. അടുത്തത് വൈശിക തന്ത്രം. ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കാവ്യം. മണിപ്രവാളത്തിലെ ഏറ്റവും പ്രാചീനമായ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ വൈശിക തന്ത്രമാണ്. പാട്ടിലെ ഓർമ്മയുണ്ടോ? പാട്ടിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രാചീനമായ കൃതി ഏതാ? രാമചരിതം. മണിപ്രവാളത്തിലെ ഏറ്റവും പ്രാചീനമായ കൃതിയാണ് വൈശിക തന്ത്രം. അനംഗസേന എന്ന ചെറുമകൾക്ക് തൻ്റെ മുത്തശ്ശി വേശ്യാവൃത്തിയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് വൈശിക തന്ത്രത്തിൻ്റെ ഇതിവൃത്തം. നായികയുടെ പേരെന്താ? അനംഗസേന. കേട്ടോ, അനംഗസേന. അടുത്ത ചമ്പു. ഒരു സംസ്കൃതത്തിൽ നിന്ന് മലയാളം കടം കൊണ്ട കാവ്യശാഖയാണ് ചമ്പു. സംസ്കൃത സാഹിത്യത്തിലുണ്ടായിരുന്ന ഒരു കാവ്യശാഖ നമ്മൾ മലയാളത്തിലേക്കും കൂടി അതിനെ സ്വീകരിച്ചു. എന്താണ് ചമ്പു എന്ന് നോക്കാം. കഥാഭാഗം ഗദ്യത്തിലും നീതിസാരങ്ങൾ പദ്യത്തിലും അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് കുറേയധികം കാര്യങ്ങൾ കഥാരൂപത്തിൽ പറയും, എന്നിട്ട് അതിൻ്റെയൊക്കെ ഉള്ളടക്കം നീതിസാരം ശ്ലോക രൂപത്തിലും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഗദ്യത്തിലും പദ്യത്തിലുമുള്ള ഒരു കാവ്യശാഖയാണ് ഏത്? ചമ്പു എന്ന് പറയുന്നത്. ഗദ്യത്തിലുമുണ്ട് പദ്യത്തിലുമുണ്ട് ഒരേ സമയത്ത്. അപ്പോൾ കഥാഭാഗം ഗദ്യത്തിലും നീതിസാരങ്ങൾ പദ്യത്തിലും അവതരിപ്പിച്ചിരിക്കുന്നു. ഓക്കെ. അടുത്ത് നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കാവ്യം ഉണ്ണിയച്ചി ചരിതം. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉണ്ണിയച്ചി ചരിതമാണ്. എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ദേവൻ ശ്രീകുമാരൻ. ദേവൻ ശ്രീകുമാരൻ. ഇനി ഓപ്ഷനകത്ത് ദേവൻ ശ്രീകുമാരൻ എന്നില്ല, പകരം തേവൻ ചിരികുമാരൻ എന്നായിക്കോട്ടെ. തേവൻ ചിരികുമാരൻ എന്നാണെങ്കിൽ പോലും തെറ്റില്ല. തേവൻ ചിരികുമാരൻ എന്നാണെങ്കിൽ പോലും തെറ്റില്ല കേട്ടോ. കാര്യം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ദേവൻ ശ്രീകുമാരൻ തന്നെയാണ് തേവൻ ചിരികുമാരനും. തദ്ഭവവും തത്സമവും എന്ന് പറയുന്നതിലോട്ട്. അടുത്തത് ഉണ്ണിച്ചിരുദേവി ചരിതം. മറ്റൊരു ചമ്പുകാവ്യമാണ് ഉണ്ണിച്ചിരുദേവി ചരിതം. അത് എഴുതിയതാരാണെന്ന് നമുക്ക് അറിയില്ല, അജ്ഞാത കർത്തൃകമാണ്. അടുത്തത് നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉണ്ണിയാടി ചരിതം എഴുതിയതാര്? ചമ്പുകാവ്യമാണ്. ഉണ്ണിയാടി ചരിതം എന്ന് പറയുന്ന കൃതി എഴുതിയത് ദാമോദര ചാക്യാരാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദ്യം കൂടിയാണ്. ഉണ്ണിയാടി ചരിതം ദാമോദര ചാക്യാർ. അടുത്തത് ചന്ദ്രോത്സവം. ചന്ദ്രോത്സവം എന്ന് പറയുന്ന ചമ്പുകാവ്യം, അത് എഴുതിയതും നമുക്കറിയില്ല, അജ്ഞാത കർത്തൃകമാണ്. ഇനി മധ്യകാല ചമ്പുക്കൾ. ചമ്പു കാലഘട്ടത്തിലെ മധ്യകാല ചമ്പുക്കൾ എന്ന നിലയിൽ അറിയപ്പെടുന്ന ചമ്പുക്കളാണ് രാമായണം ചമ്പു, ഭാരതം ചമ്പു, നൈഷതം ചമ്പു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രാമായണം ചമ്പു. പ്രീവിയസ് ചോദ്യമാണ്. രാമായണം ചമ്പു എഴുതിയത് പുനം നമ്പൂതിരിയാണ് കേട്ടോ. രാമായണ ചമ്പു എഴുതിയതാരാ? പുനം നമ്പൂതിരി. ഭാരതം ചമ്പു അജ്ഞാത കർത്തൃകമാണ്, വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്ത് പഠിക്കേണ്ടതില്ല. നൈഷതം ചമ്പു പ്രീവിയസ് ചോദ്യമാണ്. മഴമംഗലം നാരായണൻ നമ്പൂതിരി. ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്കും ചോദിച്ചു, നിങ്ങൾക്കറിയാം. ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നൈഷതം ചമ്പു എഴുതിയത് ആരാണെന്ന്. മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് നൈഷതം ചമ്പു എഴുതിയത്. രാമായണം ചമ്പു എഴുതിയത് പുനം നമ്പൂതിരി. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം, ഉറപ്പായിട്ട് ചോദിക്കും. രാമായണം ചമ്പു പുനം നമ്പൂതിരി, നൈഷതം ചമ്പു മഴമംഗലം നാരായണൻ നമ്പൂതിരി. ഇനി മഴമംഗലത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ്. പോയ വർഷങ്ങളിലൊക്കെ പരീക്ഷകളിലൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃതികളൊക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. മഴമംഗലത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് രാജരത്നാവലീയം, അതുപോലെ കൊടിയ വിരഹം, ബാണയുദ്ധം. ഓക്കെ, പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ കൃതികളൊക്കെ കേട്ടിട്ടുണ്ടാവും.
മഴമംഗലത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് ഇത്. നമ്മുടെ നൈഷിതം ചമ്പു എഴുതിയ മഴമംഗലത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രാജരത്നാവലീയം, കൊടിയ വിരഹം, ബാണയുദ്ധം. ഇനി ഗാഥയിലേക്ക് പോവുകയാണ്, ഗാഥാ പ്രസ്ഥാനത്തിലേക്ക്. ആദ്യം തന്നെ ഗാഥ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? പാട്ട് എന്നാണ് ഗാഥ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ്? പാട്ട്. ഓക്കെ. അടുത്തത് ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് നമുക്കറിയാം, ചെറുശ്ശേരി അല്ലേ? ചെറുശ്ശേരിയാണ് ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സവിശേഷമായ കൃതിയാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത് അല്ലേ? കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. നമ്മൾ സ്കൂളുകളിലൊക്കെ കൊച്ചു ക്ലാസ്സുകൾ മുതലേ പഠിച്ചിട്ടുണ്ട് കൃഷ്ണഗാഥയിലെ മനോഹരമായിട്ടുള്ള വരികൾ. അപ്പം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെന്ന് കരുതപ്പെടുന്നു. ചെറുശ്ശേരിയുടെ കാലഘട്ടമാണ് 15-ാം നൂറ്റാണ്ട്. നമുക്കറിയാം ചെറുശ്ശേരിയിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കവിത്രയങ്ങൾ തുടങ്ങുന്നത്. പ്രാചീന കവിത്രയം ആരൊക്കെയാ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, നമ്പ്യാർ. ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ട്, എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ട്, നമ്പ്യാർ 18-ാം നൂറ്റാണ്ട്. ഇവർ 3 പേരും ഓരോ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ചെറുശ്ശേരി പ്രതിനിധീകരിച്ചിരുന്ന പ്രസ്ഥാനമാണ് ഗാഥാ പ്രസ്ഥാനം. അപ്പോൾ ഗാഥ എന്ന വാക്കിൻ്റെ അർത്ഥം പാട്ട്. കാലഘട്ടം 15-ാം നൂറ്റാണ്ട്. ഓക്കെ. ഇനി കൃഷ്ണഗാഥ എന്ന കൃതിയുടെ വൃത്തമേത്? പണ്ട് സ്ഥിരം ചോദിക്കുമായിരുന്നു, ഗാഥാവൃത്തമേത്? ഗാഥാവൃത്തം എന്ന് പറയുന്നത് മഞ്ചരിയാണ്. മഞ്ചരിയാണ് ഗാഥാവൃത്തം, മഞ്ചരി. ഓക്കെ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നു. ചെറുശ്ശേരിയുടെ ഒരു വിശേഷണമാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന കവി ആര്? അതാരാണ്? ചെറുശ്ശേരി. മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. എന്തുകൊണ്ടെന്നുള്ളത് അടുത്ത പോയിന്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോലത്ത് നാട്ടിലെ ഉദയവർമ്മരാജയുടെ കൊട്ടാരം സദസ്സിലെ അംഗമായിരുന്നു. അതായത് ഉദയവർമ്മ രാജാവിൻ്റെ കൊട്ടാരം സദസ്യനായിരുന്നു ചെറുശ്ശേരി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതുന്നത്. ആ കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചുനാളിൽ അല്ലേ? അപ്പം കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്ന ചെറുശ്ശേരി രചിച്ച കൃതിയാണ് കൃഷ്ണഗാഥ. ഇനി മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്നിവിടെ പറഞ്ഞു. എന്തുകൊണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതി കൃഷ്ണഗാഥ. അതായത് നമ്മുടെ ആധുനിക മലയാളം എഴുത്തച്ഛനിലൂടെയാണ് നമ്മൾ ആ വാക്ക് കൂടുതൽ ദൃഢമായി കേൾക്കുകയും പറയുകയും സ്ഥാപിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുള്ളത് അല്ലേ? അതിൻ്റെ ആദ്യ രൂപം, ആധുനിക മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണഗാഥയാണ്. ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ബൃഹത് കാവ്യം. കൃഷ്ണഗാഥയുടെ മറ്റൊരു വിശേഷണമാണ് ഇപ്പോൾ പറഞ്ഞത്. ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ബൃഹത് കാവ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിസ്സംശയം പറയാം കൃഷ്ണഗാഥ. ഓക്കെ. അപ്പോൾ ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതി, ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ബൃഹത് കാവ്യം, രണ്ടും കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായി ഉള്ളൂർ വിലയിരുത്തുന്ന കൃതി. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം കൃഷ്ണഗാഥയല്ല, നമുക്കറിയാം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം എന്ന് പറയുന്നത് രാമചന്ദ്രവിലാസമാണ്. ഇത് നമ്മൾ പിന്നെ പഠിക്കും. ഇവിടെ ഒരു പോയിന്റുണ്ട്. മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായി വേണമെങ്കിൽ കൃഷ്ണഗാഥയെ പരിഗണിക്കാം എന്ന് അഭിപ്രായപ്പെട്ട കവി ആരാണെന്ന് ചോദിച്ചാൽ അത് ഉള്ളൂരാണ്. ഉള്ളൂർ വെറുതെ പറഞ്ഞതല്ല, കാര്യം അത്രത്തോളം ഗുണം കൃഷ്ണഗാഥയ്ക്ക് മേന്മയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കേട്ടോ? എല്ലാ നിലയിലും തികഞ്ഞ ഒരു കൃതിയായിരുന്നു കൃഷ്ണഗാഥ. അതുകൊണ്ട് തന്നെയാണ് ഉള്ളൂർ അഭിപ്രായപ്പെട്ടത് വേണമെങ്കിൽ മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായി കൃഷ്ണഗാഥയെ പരിഗണിക്കാം. അത്രത്തോളം സത്ത അതിനകത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അഭിപ്രായപ്പെടാറാണെന്ന് വെച്ചാൽ ഉള്ളൂർ. അടുത്തത് കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് ചെറുശ്ശേരി ഗാഥ, ഭാരതഗാഥ എന്നും അറിയപ്പെടുന്നു. ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഭാരതഗാഥ എന്നറിയപ്പെടുന്നുള്ള പോയിന്റ് നമുക്ക് ഒഴിവാക്കാം. കാര്യം ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു അഭിപ്രായം ഈ കാര്യത്തിലുണ്ട്. ഭാരതഗാഥ എന്നറിയപ്പെടുന്ന കൃഷ്ണഗാഥ എന്നും പറയുന്നുണ്ട്. മറ്റൊരു ഭൂരിപക്ഷ അഭിപ്രായം പറയുന്നത് ചെറുശ്ശേരി എഴുതിയ മറ്റൊരു കൃതിയാണ് ഭാരതഗാഥ എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ പോയിന്റ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. കിളിപ്പാട്ട് പ്രസ്ഥാനം നമുക്കറിയാം. കിളിപ്പാട്ട് പ്രസ്ഥാനം നിൽക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്നത് ഒറ്റ പേരാണ്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. നാം ഇന്ന് ഉപയോഗിക്കുന്ന, പറയുവാനും എഴുതുവാനും ഒക്കെ സംവദിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന മലയാളത്തിൻ്റെ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത തുഞ്ചൻ പറമ്പിലാണ് നമ്മുടെ എഴുത്തച്ഛൻ ജനിച്ചത്.
അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം തിരൂരിൽ നമ്മളൊരു മലയാള സർവകലാശാലയും തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയും സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഭക്തി പ്രസ്ഥാനം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രധാനമായിട്ട് പൂന്താനവും അതുപോലെ തന്നെ മേൽപ്പത്തൂരും ഒക്കെയാണ് അല്ലേ? തീർച്ചയായിട്ടും അവർ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ പേരുകൾ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ സമൂഹത്തിലുണ്ടായിരുന്ന ജീർണതകളെ, സാമൂഹിക ജീർണതകളെ വിമലീകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഭക്തിസാന്ദ്രമായിട്ടുള്ള കാവ്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ആദ്യകാലങ്ങളിൽ പരിശ്രമിച്ചവരിൽ എടുത്തു പറയേണ്ട പേര് തന്നെയാണ് എഴുത്തച്ഛൻ്റെത്. നമ്മളിപ്പം ആധുനിക കവിത്രയം എന്ന് പറയുന്നത് പോലെ ഒരു ഭക്തി കവിത്രയമുണ്ട്. പൂന്താനം, മേൽപ്പത്തൂർ, മൂന്നാമത്തെ ആൾ എഴുത്തച്ഛനാണ്. അതുകൂടി ഓർത്തിരിക്കണം കേട്ടോ. ആ ഭക്തി കവിത്രയത്തിലെ അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിലെ ത്രിമൂർത്തികളിൽ എഴുത്തച്ഛനും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്തരുത്. ഭക്തി പ്രസ്ഥാനത്തിലും അദ്ദേഹത്തിന് ഇടമുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തന്നെ, ദേവീ മാഹാത്മ്യം തന്നെ എത്രയോ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഭക്തിസാന്ദ്രമായിട്ടുള്ള രചനയ്ക്ക് അല്ലെങ്കിൽ ഇടപെടലിന് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഭക്തി പ്രസ്ഥാനത്തിലും സജീവമായിട്ടുണ്ടായിരുന്ന കവിയാണ്, അതിന് നേതൃത്വം കൊടുത്ത കവിയാണ് ആര്? എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ കൃതികളിലെ പ്രധാന വൃത്തം, നമ്മൾ ഗാഥയിലെ പ്രധാന വൃത്തം പറഞ്ഞു, മഞ്ചരി. എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തം എന്ന് പറഞ്ഞാൽ കാകളിയാണ് കേട്ടോ. എഴുത്തച്ഛൻ്റെ കൃതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തമാണ് കാകളി. കേകയും അന്നനടയും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എഴുത്തച്ഛൻ ഉപയോഗിക്കുന്ന വൃത്തം കാകളി തന്നെയാണ്. ഓക്കെ, എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ട്. അപ്പം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണെന്ന് നമുക്കറിയാം. ആ പ്രസ്ഥാനത്തിൽ തന്നെ ആദ്യമായി രചിക്കപ്പെട്ട കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് കേട്ടോ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിന് പ്രാധാന്യമുണ്ട്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ പാഠം ലക്ഷ്മണ സ്വാന്തനം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ചെറിയൊരു ഭാഗമാണ്. കോപിഷ്ഠനായി നിൽക്കുന്ന ലക്ഷ്മണനെ സ്വാന്തനിപ്പിക്കുന്ന ശ്രീരാമൻ ജീവിതത്തിന് നശ്വരത ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോപം എന്ന് പറയുന്ന നമ്മുടെ വികാരം കൊണ്ടുണ്ടാകുന്ന വികാര വിക്ഷോഭം കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പല നിലകളിലും ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ബോധ്യം അദ്ദേഹത്തിൽ നിറച്ചുകൊണ്ട് ഉപദേശിക്കുന്നൊരു ഭാഗമാണ് ലക്ഷ്മണ സ്വാന്തനം. അതിലെ പ്രസക്തമായൊരു വരിയുണ്ട്. ആ വരിയൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോൽ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? വിഴുങ്ങപ്പെടാം. അതറിയാതെ തവള എപ്പോഴും ഭക്ഷണം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കാലാഹി, കാലമാകുന്ന അഹി, കാലമാകുന്ന പാമ്പ് നമ്മളെയും എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാം. അതറിയാതെ നമ്മൾ സുഖഭോഗങ്ങളുടെ പിറകെ പോവുകയാണെന്നുള്ള തത്വമാണ് ഈ ചക്ഷുശ്രവണ ഗളസ്തമാം ദുർദുരം എന്ന വരികളിലൂടെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ മറ്റൊരു വരിയാണ്. അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നവർ വഴിയാത്രക്കാരെ പോലെ പെരുവഴി അമ്പലങ്ങളിൽ ഒത്തുകൂടിയിട്ട് രാവിലെ എഴുന്നേറ്റ് പല വഴിക്ക് പോകുന്നത് പോലെ ഉള്ളൂ. എല്ലാവരും എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ടു പോകാം, ആരും ശാശ്വതമല്ല. അങ്ങനെ നിരവധി വരികൾ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ് മോർക്ക നീ. നമ്മുടെ സുഖഭോഗങ്ങളൊക്കെ ഒരു മിന്നൽ പിണർ പോലെയുള്ളൂ, എപ്പോൾ വേണമെങ്കിലും നഷ്ടമാക്കാം. ആ വരികളൊക്കെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ വളരെയധികം വ്യത്യസ്തമാക്കുന്നത്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് അത് പഠിക്കാനുമുണ്ട്. സാഹിത്യ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ പുരാതന ത്രിമൂർത്തി കവികളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. 2 നിലയിലുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഒന്ന് പ്രാചീന കവിത്രയത്തിൽ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, നമ്പ്യാർ. പിന്നെ ഭക്തി പ്രസ്ഥാനത്തിലെ കവിത്രയത്തിൽ ആരൊക്കെ? പൂന്താനം, മേൽപ്പത്തൂര്, എഴുത്തച്ഛൻ. അതുവരെ തമിഴും സംസ്കൃതവും കൂടിക്കലർന്ന ഭാഷയായിരുന്ന മലയാളത്തിന് സ്വന്തമായ ശൈലി എഴുത്തച്ഛൻ രൂപപ്പെടുത്തി. തീർച്ചയായിട്ടും അല്ലേ? മണിപ്രവാളവും പാട്ടുമൊക്കെ എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്ന ആ ഭാഷാസങ്കര രൂപത്തിൽ നിന്ന് സ്വതന്ത്രമായൊരു ഭാഷയാക്കി മാറ്റാൻ വളരെയധികം പങ്കുവഹിച്ച വ്യക്തിത്വമാണ് എഴുത്തച്ഛൻ. വള്ളത്തോളാണ് പുതുമലയാളമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. തീർച്ചയായും മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ, അദ്ദേഹം എഴുത്തച്ഛൻ്റെ കവിത്വത്തിൽ ആകൃഷ്ടനായി അല്ലെങ്കിൽ അതിനോടുള്ള ആദരവ് പൂർവ്വം അദ്ദേഹം എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച പേരാണ് പുതുമലയാളമതൻ മഹേശ്വരൻ. ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് കേട്ടോ.
പുതുമലയാൺമതൻ മഹേശ്വരൻ. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച കവി ആരാണെന്ന് ചോദിച്ചാൽ വള്ളത്തോൾ. അടുത്തത് കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് അദ്ദേഹത്തിനുള്ള ആദരവിൻ്റെ അടിസ്ഥാനത്തിൽ സ്മരണാർത്ഥമാണ്. മലയാളത്തിലെ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ, കൃതിക്കല്ല, സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത്. ഇനി തുഞ്ചൻ ദിനം നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. തുഞ്ചൻ ദിനം ഡിസംബർ 31 കേട്ടോ. തുഞ്ചൻ ദിനം എന്ന ഡിസംബർ 31. ഇനി കുഞ്ചൻ ദിനമുണ്ട്, അത് നമ്പ്യാരെ പഠിക്കുമ്പോൾ നമ്മൾ പറയും, എന്നാലും പറഞ്ഞേക്കാം, അത് മെയ് 5 മെയ് 5 5 കുഞ്ചൻ അങ്ങനെ ആലോചിച്ചാൽ മതി. മെയ് 5, മെയ് അറിയാമല്ലോ 5ാമത്തെ മാസമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 കുഞ്ചൻ. അപ്പോൾ 5 കുഞ്ചൻ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 5ാം മാസം 5ാമത്തെ ഡേറ്റ് കുഞ്ചൻ. ഇത് തുഞ്ചനാണ്, ഡിസംബർ 31. ഇനി എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അധ്യാത്മരാമായണങ്ങളിൽപ്പാട്ട് പറഞ്ഞു നമ്മൾ. മറ്റ് പ്രധാനപ്പെട്ട കൃതികളുണ്ട്, സ്വാഭാവികമായിട്ടും ചോദിക്കും. കാര്യം എഴുത്തച്ഛനെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് കവിപരിചയം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട കൃതികൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകത്തിലുള്ള ഒരു കാര്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്കറിയാം, മഹാഭാരതം കിളിപ്പാട്ട്, 24 വൃത്തം, ഹരിനാമ കീർത്തനം, ചിന്താരത്നം, ഉത്തരരാമായണം, ദേവീ മാഹാത്മ്യം, ബ്രഹ്മാണ്ഡ പുരാണം. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഉത്തരരാമായണം, ബ്രഹ്മാണ്ഡ പുരാണം, ചിന്താരത്നം, ദേവീ മാഹാത്മ്യം, ഹരിനാമ കീർത്തനം തുടങ്ങി മനോഹരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള നിരവധി കൃതികൾ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിത്വമാണ്, അല്ലെ കവിയാണ്, ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, പുതുമലയാൺമതൻ മഹേശ്വരൻ. അതാണ് ശ്രീ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഗാഥാ പ്രസ്ഥാനവും കിളിപ്പാട്ട് പ്രസ്ഥാനവും പാട്ടും മണിപ്രവാളവും ചമ്പുമൊക്കെയാണ്. അതായത് നമ്മുടെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ പാർട്ടിലൂടെയാണ് കടന്നുപോയത്. ഇനി തുടർന്ന് മറ്റ് പ്രസ്ഥാനങ്ങൾ അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ വേണ്ടി ആവേശത്തോടെ മുന്നേറുക. ഇത് നമ്മുടെ സമയമാണ്, നമ്മുടെ അവസരമാണ്, ഒരു നിമിഷം പോലും പാഴാക്കരുത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. മറ്റൊരു ക്ലാസ്സുമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് വരാം. ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ അഭിപ്രായപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.